കള്ളനോട്ടോ? മഹാഭാവി, നീ എന്താ പറഞ്ഞേ? ഞാൻ തന്നത് കള്ളനോട്ടുകളായിരുന്നു എന്ന്. പാപ്പൻ ചേട്ടാ, പോലീസ് എന്നെ അന്വേഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. ഞാൻ അവരെ ഇങ്ങോട്ട് വരുത്തും. അവര് വരുമ്പോ പാപ്പൻ ചേട്ടൻ കാണിക്കേണ്ടത് 99,99,000 രൂപയുടെ ഒറിജിനൽ നോട്ടുകളാ. ഇല്ലെങ്കിൽ പെടും. ആര് പെടുമെന്ന്? നീ പെടും. നിന്നെ ഞാൻ പെടുത്തും. ഫ്രോഡ് കളിച്ച നീയല്ലേ? അതൊക്കെ കോടതിയിൽ തെളിയാൻ കാലം കുറെ എടുക്കും പാപ്പൻ ചേട്ടാ. പോലീസ് വന്ന അവർ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ടുപേരെ ആയിരിക്കും. രണ്ടുപേർക്കും രക്ഷപ്പെടാനുള്ള വഴിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ തന്ന കാശിന് പകരം പാപ്പൻ ചേട്ടൻ അവരെ കാണിക്കുന്നത് ഒറിജിനൽ നോട്ടുകളായിരിക്കണം. നിന്നെ രക്ഷിക്കാൻ ഞാൻ കൂട്ടുവെക്കണോ? നീ തന്തയില്ലായ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ പണമത്ത് വിളിക്കണ പോലീസിനെ. അല്ല, ഇവിടെ ഞാൻ വിളിക്കാം. നമ്പർ പറയടാ. 100 വിളിക്കണോ? എടോ പാപ്പ, 7 കൊല്ലം ശിക്ഷ കിട്ടാനുള്ള തെറ്റാ ഞാൻ ചെയ്തത്. അതിന്റെ കൂട്ടത്തിൽ ഒരു 5 കൊല്ലം കൂടി കിടക്കേണ്ടി വരും. തന്നെ ഞാൻ കൊന്ന. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഞാൻ തന്ന അഡ്വാൻസ് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിലല്ലടോ എനിക്ക് തറപ്പണിക്ക് ഇറങ്ങേണ്ടി വന്നത്. പോലീസിനെ ഞാൻ വിളിക്കാൻ പോവാ. തൽക്കാലം അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ താൻ എന്നെ സഹായിച്ചേ പറ്റൂ. തനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും. ചെല്ല്, ആ കാശ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒറിജിനൽ നോട്ടുകൾ ഒരു പെട്ടിയിൽ റെഡിയാക്ക്. മറക്കണ്ട, 1 കോടിയിൽ നിന്ന് 1000 രൂപ മാറ്റി വെച്ചിട്ട് വേണം അവരെ കാണിക്കാൻ. ഹലോ, കസവ സി അല്ലേ സാർ? ഞാൻ ജയപ്രകാശാണ്. എന്റെ ഒരു സ്റ്റാഫ് ഗണേശനെ. അതെ സാർ.